ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ ഇന്നൊരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹരിയാലി ഫിഷ് ഫ്രൈ, അതായത് നമ്മൾ ഗ്രീൻ കളർ മസാലയിൽ പൊതിഞ്ഞുള്ള ഫിഷ് ഫ്രൈ. അപ്പോൾ ഹമൂർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കിയ ശേഷം നടുക്കൂടെ ഒന്ന് ഫ്ലിറ്റ് ചെയ്തെടുത്തു. മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ല. അപ്പോഴത്തേക്ക് രണ്ട് പോർഷനിലും നല്ല ഭംഗിക്ക് നമുക്ക് മസാല പുരട്ടാൻ പറ്റും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണാൻ ശ്രമിക്കുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കും. മസാല കൂടുതൽ പിടിക്കാനായിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരപ്പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും മസാല തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി ഗ്രീൻ മസാലയ്ക്ക് വേണ്ടി നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനയില ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇവിടെ മല്ലിയില ഫ്രഷ് ആയിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ കറിവേപ്പില പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് കറിവേപ്പില വേണേലും ചേർക്കാം. അരച്ചെടുത്ത ഈ ഗ്രീൻ മസാല കൂടി നമ്മുടെ ഫിഷിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു മണിക്കൂർ മാറ്റി വെക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് ഒരു സൈഡ് കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ മറു സൈഡ് മറിച്ചിട്ട് രണ്ട് ഭാഗവും നല്ല ഗ്രില്ലാവുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഹമൂർ ഹരിയാലി ഫിഷ് ഗ്രിൽ റെഡിയായി. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. മസലാമ.